ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജി ഫോർത്ത് സെമ്മിൻ്റെ സൊസൈറ്റി ഇൻ ഇന്ത്യ എന്ന പേപ്പറിലെ 4ാമത്തെ ബ്ലോക്കിൽ 2ാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതോടൊപ്പം തന്നെ മലയാളത്തിലുള്ള പെയ്ഡ് നോട്ട്സോ അസൈൻമെൻറ്റ്സൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവർ മുൻ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 4ാമത്തെ ബ്ലോക്കിലെ 2ാമത്തെ യൂണിറ്റ് പേര് ട്രൈബൽ റിലീജിയൻ ആൻഡ് എത്തീസ്റ്റ് ട്രഡീഷൻസ് ഇൻ ഇന്ത്യ ആണ്. ഇന്ത്യയിലെ ഗോത്രമതവും അതുപോലെ നിരീശ്വരവാദ പാരമ്പര്യത്തെക്കുറിച്ചുമാണ്. അതിൽ ചാർവാക ലോകായത സംഭവങ്ങളൊക്കെയാണ് വിശദമായിട്ട് വരുന്നത്. അപ്പോൾ അതിലാദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഫീച്ചേഴ്സ് ആൻഡ് ലൈഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രൈബൽ പീപ്പിളാണ്. ഗോത്രജനതയുടെ സവിശേഷതകളും അവരുടെ ജീവിത രീതികളും ജീവിത സവിശേഷതകളുമാണ് കേട്ടോ. അപ്പോൾ ആരാണ് ആദിവാസികൾ അല്ലെങ്കിൽ ഗോത്രജനങ്ങളെ ഇന്ത്യയിലെ ഷെഡ്യൂൾഡ് ട്രൈബുകൾ എന്നാണ് വിളിക്കുക. ഇവർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വിസ്തൃതമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇവർക്ക് സ്വന്തമായ ഒരു സാമൂഹിക സാംസ്കാരിക പാരമ്പര്യവും ജീവിത രീതിയുമുണ്ട്. സ്വതന്ത്രതയും സ്വാഭാവികതയും ഇവരുടെ സവിശേഷതകളായിട്ടാണ് കണക്കാക്കുന്നത്. പ്രകൃതിയോട് ഇണങ്ങിയുള്ളൊരു ജീവിതമാണ് ഇവർക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇവർ നയിക്കുന്നത്. അവർ സ്വതന്ത്രമായ ജീവിത രീതികളിൽ നിന്ന് എന്നും വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. കൃഷി, വേട്ട, മത്സ്യബന്ധനം തുടങ്ങിയതാണ് ഇവരുടെ പ്രധാന ഉപജീവന മാർഗങ്ങളായിട്ടുള്ളത്. അതുപോലെ വനം വെച്ചുപിടിപ്പിക്കുക, വനം നിർമ്മാണം എന്നുള്ളതും അവരുടെ ഒരു പ്രധാന തൊഴിലാണ്. ഈ ഗോത്രവർഗ ജനത പ്രത്യേക ഭാഷകളും സംസ്കാരവും ഉള്ള ഒരു വിഭാഗമാണ്. അവരുടെ കലാരൂപങ്ങൾ, നൃത്തങ്ങൾ, സംഗീതം എന്നൊക്കെ പ്രത്യേകം ശ്രദ്ധേയമായിട്ടുള്ള വസ്തുതകളുമാണ്. പല ഗോത്രങ്ങളിലും ക്ലാൻ അഥവാ വർഗം അടിസ്ഥാനമാക്കിയുള്ള കുടുംബ സംഘടനയും വംശാവലിയും അടിസ്ഥാനത്തിൽ സാമൂഹിക പദവിയും കണക്കാക്കപ്പെടുന്നുണ്ട്. പിതൃത്വമോ അല്ലെങ്കിൽ മാതൃത്വ സ്വത്വമോ ആധാരമാക്കിയ ബന്ധുത്വമാണ് ഇത്തരക്കാരുടെ ഇടയിൽ പ്രധാനമായിട്ടും കാണുന്നത്. പ്രകൃതി ദേവകളെയും ഗുരുശക്തികളെയും ആരാധിക്കുന്ന അനിമിസ പ്രചാരത്തിലുള്ള മതപരമായ വിശ്വാസമാണ് ഇവർക്കിടയിൽ കൂടുതലുമുള്ളത്. മരുഭൂമികൾ, കാടുകൾ, കല്ലുകൾ, നദികൾ തുടങ്ങിയ അവയൊക്കെ എന്ത് ചെയ്തു ദൈവീകരിച്ചു. അതായത് ദൈവത്തിൻ്റെ പ്രാതിനിധ്യമുള്ളതാണെന്നുള്ളതുകൊണ്ട് ആരാധനാരൂപങ്ങളായിട്ട് കണക്കാക്കാൻ തുടങ്ങി. ആചാരങ്ങൾ, ഉത്സവങ്ങൾ, യജ്ഞങ്ങൾ എന്നിവ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടെടുത്തൊരു വിഭാഗം ആളുകളാണ് ഈ ഗോത്രവർഗ ജനത. സർക്കാർ സഹായങ്ങളൊക്കെ ഇവർക്ക് നൽകിയിട്ടും പല ആദിവാസി വിഭാഗങ്ങളും സാമ്പത്തികമായിട്ട് ഇപ്പോഴും പിന്നോക്കം തന്നെയാണ്. ഭൂസ്വത്തുക്കളുടെ നഷ്ടം, ജലസേചന സൗകര്യങ്ങളില്ലായ്മ, തൊഴിലില്ലായ്മ എന്നിവയൊക്കെ ഇവരുടെ പ്രധാന പ്രശ്നങ്ങളുമാണ്. വിവാഹം, ജനനം, മരണം, കൊയ്ത്തുത്സവം എന്നിവയിൽ പ്രത്യേക ആചാരങ്ങൾ ഇവർ കാണുന്നുണ്ട്, അത് നടപ്പിലാക്കുന്നുമുണ്ട്. അനേകം ഗോത്രങ്ങൾ പലപ്പോഴും ആഭ്യന്തര വിവാഹം അഥവാ എൻഡോഗമിയാണ് അനുഷ്ഠിക്കുന്നത്. പാരമ്പര്യ ജ്ഞാനവും അനുഭവ പരിചയവും പൂർണ്ണമായിട്ടും തലമുറകളിലൂടെ അവർ പകർന്നു നൽകുന്നുമുണ്ട്. ഔദ്യോഗിക വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള പ്രവേശനം ഇപ്പോഴും അവർക്ക് പരിമിതമാണ്. പക്ഷെ ലഭിച്ചിട്ടുള്ളത് കുറവാണ്. പല ഗോത്ര സമൂഹങ്ങളിലും ജീവനും മരണത്തിനിടയിലുള്ള ആത്മവിശ്വാസങ്ങൾ ഇപ്പോഴും ശക്തമാണ്. ഗ്രാമസഭകൾ, അതുപോലെ മുതിർന്നവരുടെ സമിതികൾ, സമുദായ തലത്തിലുള്ള വൻശക്തികൾ, നേതാക്കളൊക്കെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും നിലവിലുണ്ട്. ഇതാണ് അവരുടെ ഭരണപരമായ സ്ഥാപനങ്ങളും അത്തരത്തിലുള്ള ആളുകളുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനങ്ങളുമാണ്. ആദിവാസികൾ പ്രകൃതിയോടൊത്ത് തങ്ങളുടെ നാട്, ഭാഷ, മതം എന്നിവ സംസാരിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്ന ഒരു വിഭാഗം ആളുകളാണ്. അത്രയാണ് അവരുടെ ജീവിത രീതിയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ട്രൈബൽ റിലീജിയനാണ്. ട്രൈബൽ റിലീജിയൻ അതിൻ്റെ റിച്വൽസും പ്രാക്ടീസസും ഒക്കെയാണ്. എന്താണ് ഗോത്രമതം? ഗോത്രമതം എന്ന് പറയുന്നത് ഗോത്രജനങ്ങൾ തുടരുന്ന പാരമ്പര്യ മതവിശ്വാസങ്ങളും ആരാധനാ പദ്ധതികളുമാണ്. ഇത് വ്യാപകമായിട്ട് പ്രകൃതി പൂജയിലേക്കും അനിമസത്തിലേക്കും ടോട്ടമിസത്തിലേക്കും മാന്ത്രിക വിശ്വാസങ്ങളിലേക്കൊക്കെ നീങ്ങുന്ന ഒന്നാണ്. ഒരു ജനതയുടെ തദ്ദേശീയ സംസ്കാര പാരമ്പര്യത്തിൽ പിറന്നതും പ്രകൃതിയോടടുത്തുള്ള ബന്ധത്തിലൂടെ ആത്മാനുഭവങ്ങളിലൂടെയും രൂപപ്പെട്ട മതസംവിധാനമാണ് ഗോത്രജനങ്ങളുടെ മതവിശ്വാസങ്ങൾ എന്ന് പറയുന്നത്. അവരുടെ മതത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗോത്രജനതയുടെ മതത്തിലെ ആചാരാനുഷ്ഠാനം ഒന്ന് പൂട്ടുവിധിയാണ്. പൂട്ടുവിധി എന്ന് പറഞ്ഞാൽ ഇത്തരം കൊയ്ത്തുത്സവമാണ്. അതുപോലെ കുട്ടികളുടെ പേരിടൽ ചടങ്ങിനൊക്കെ നടത്തുന്നതാണ് പൂട്ടുവിധി എന്ന് പറയുന്നത്. പിന്നെ ബലിപ്രഥകളാണ്. അതായത് ഭക്ഷ്യധാന്യങ്ങൾ, മൃഗങ്ങൾ, ചിലപ്പോഴൊക്കെ രക്തബലി തന്നെ നടത്താറുണ്ട്. പിന്നെ തെയ്യങ്ങളും നൃത്തങ്ങളും ഉത്സവങ്ങളും. ഗംഭീരമായ ജനപങ്കാളിത്തത്തോടെ നടക്കുന്ന നൃത്തങ്ങളും സംഗീതങ്ങളും അവരുടെ ആചാരത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നു.
പിന്നെ ആത്മാരാധന, മരിച്ച പിതൃപൂർവികരുടെ ആത്മാക്കളെ പൂജിക്കുന്ന രീതി. പിന്നെ ഹോമങ്ങൾ നടത്തുക. ഇതാണ് ദുരിതം ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേക ഹോമങ്ങളും കാട്ടുപുഴുക്കളെ പിന്തിരിപ്പിക്കുന്ന മന്ത്രവാദവും ഒക്കെ നടത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കും. ഇത്രയാണ് അവരുടെ മതത്തെക്കുറിച്ച്, അവരുടെ ട്രൈബൽ പീപ്പിളിൻ്റെ അല്ലെങ്കിൽ ഗോത്ര ജനതയുടെ മതസമ്പ്രദായത്തെക്കുറിച്ചും അതിൻ്റെ ആചാര സമ്പ്രദായങ്ങളെക്കുറിച്ചും പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ ദ ട്രൈബൽ പീപ്പിളാണ്. അതിൽ ഒന്നും കൂടി പറയേണ്ടി വരും ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണത്തിൻ്റെ പ്രാധാന്യം കൂടി, അതിൻ്റെ ഇമ്പാക്റ്റ് പ്രത്യാഘാതം കൂടി പറയേണ്ടി വരും കേട്ടോ. അപ്പോൾ നമുക്ക് ആദിവാസികൾക്ക് വിദ്യാഭ്യാസ അവകാശം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ നിരവധി പദ്ധതികൾ നിലവിൽ വരുത്തിയിട്ടുണ്ട്. സമൂഹത്തെ അതൊക്കെ എന്തുണ്ട്, അതുകൊണ്ടൊക്കെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ഹോസ്പിറ്റലുകൾ, സ്കോളർഷിപ്പുകൾ എന്നിവയിലൂടെ യുവതലമുറയിൽ പുതിയ സാധ്യതകൾ തുറന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാരമ്പര്യ കൃഷി, വേട്ട തുടങ്ങിയ ഒഴിവാക്കിയിട്ട് വസ്ത്ര വ്യവസായം, കൂലിക്ക് ജോലി, ഭരണ സംവിധാന ജോലികൾ എന്നിവയിലേക്ക് അവർ പ്രവേശനം നേടിത്തുടങ്ങിയിട്ടുണ്ട്. നഗരത്തിലേക്കുള്ള കുടിയേറ്റം തൊഴിൽ ശ്രേണിയിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഇടവരുത്തി. പഴയ താമസ സ്ഥലങ്ങളിൽ നിന്ന് അവർ ഇന്ദിര ആവാസ്, PMAY പോലെയുള്ള പദ്ധതികളിലൂടെ ഭവന വ്യവസ്ഥയിലേക്ക് അവർ മാറി. അതായത് കാട്ടുജീവിതം ഒഴിവാക്കിയിട്ട് വീടുകൾ വെച്ച് താമസിക്കുന്ന ഒരു രീതിയിലേക്ക് അവർ വന്നു. അതുപോലെ മൊബൈൽ ഫോണുകൾ, ടെലിവിഷൻ, ഭക്ഷണശീലം എന്നിവയിൽ ആധുനികതയുടെ സ്വാധീനം അവരിൽ ഉണ്ടായി. രാഷ്ട്രീയ ശാക്തീകരണത്തിലൂടെ ശക്തമായ ശബ്ദമായിട്ട് അവർ മാറുകയും ചെയ്തു. പാരമ്പര്യ സമൂഹത്തിലെ സ്ത്രീകൾക്ക് നിലനിൽക്കുന്ന അസ്വതന്ത്രത ഇന്ന് നിയമപരമായും വിദ്യാഭ്യാസപരമായ ശാക്തീകരണത്തിലൂടെ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അതായത് സ്ത്രീകൾ കുറേയൊക്കെ സ്വാതന്ത്ര്യം അനുഭവിച്ച് വന്നിട്ടുണ്ട്. സ്വയം സഹായ സംഘങ്ങൾ, കുടുംബശ്രീ എന്നിവ വഴി സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യവും ലഭ്യമായിട്ടുണ്ട്. ചില ഗോത്രങ്ങൾ ക്രിസ്തു മതത്തിലേക്കും ഹിന്ദു മതത്തിലേക്കും മാറിയിട്ടുമുണ്ട്. ആചാരങ്ങളൊട്ടേറെ ലോപിച്ച് പുതിയ ആഘോഷങ്ങളും ക്രമങ്ങളൊക്കെ അവർ സ്വീകരിച്ചു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിതിൽ കൂടെ പറഞ്ഞല്ലോ എന്താണ് ആഗോളവൽക്കരണം ഗോത്രജനതയിൽ ചെലുത്തിയ സ്വാധീനങ്ങൾ അല്ലേ. ഒന്ന്, വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സാങ്കേതിക മുന്നേറ്റം ഉണ്ടായി എന്നുള്ളതാണ്. രണ്ടാമത്തത് ആരോഗ്യരംഗത്ത് ആധുനിക മെഡിക്കൽ സംവിധാനവും ആരോഗ്യ ജാഗ്രതാ പരിപാടികളും പോഷകാഹാര സംരക്ഷണ പദ്ധതികളും ഒക്കെ അവർക്ക് ലഭ്യമായി. പിന്നെ തൊഴിൽ മേഖല നോക്കിയാലോ താൽക്കാലികവും സ്ഥിരവുമായ തൊഴിലവസരങ്ങൾ കൂടുതൽ ഗോത്ര യുവാക്കൾക്ക് ലഭ്യമായി തുടങ്ങി. പിന്നെ സാങ്കേതിക രംഗത്ത് നോക്കുകയാണെങ്കിൽ സ്മാർട്ട് ഫോൺ, ഇൻ്റർനെറ്റ്, ICT വഴി ലോകത്തിൻ്റെ ഭാഗമാവാൻ അവർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതേസമയം അവർക്കുണ്ടായിട്ടുള്ള പരാധീനതകളും അതായത് നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു. എങ്ങനെ? ഖനന കുത്തകകളും വിനോദസഞ്ചാര പദ്ധതികളും ഒക്കെ അവരുടെ ഗോത്രജനതയുടെ ഭൂമി കൈവശപ്പെടുത്തി. അങ്ങനെ അവരുടെ ഭൂമി അവർക്ക് നഷ്ടപ്പെട്ടു. പിന്നെ സാംസ്കാരിക രംഗത്ത് തദ്ദേശീയ ഭാഷകളും കലാരൂപങ്ങളും അവർക്ക് നഷ്ടമായി. ഇത് ഗോത്ര സംസ്കാരത്തിൻ്റെ വളർച്ചയോട് കൂടിയിട്ട് സ്വയം പര്യാപ്തതയും പരമ്പരാഗത ജീവിത രീതിയും അവരുടേത് തകർന്നു. അപ്പോൾ നേട്ടങ്ങളും ഉണ്ട്, കോട്ടങ്ങളും ഒപ്പം ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് ആർക്ക്? ഗോത്രജനങ്ങൾക്ക്, ട്രൈബൽ പീപ്പിൾസിന് കേട്ടോ. ഇനി എത്തീസ്റ്റ് ട്രഡീഷൻസ് ഇൻ ഇന്ത്യയാണ്. ഇന്ത്യയിലെ നിരീശ്വരവാദ പാരമ്പര്യങ്ങളെക്കുറിച്ചാണ്. നിരീശ്വരവാദം എന്ന് പറയുന്നത് എന്താണ്? ഒരു സുപ്രധാന തത്വചിന്താ നിലപാടാണ് എന്ത്? നിരീശ്വരവാദം. ദൈവത്തിൻ്റെ അസ്തിത്വം നിഷേധിക്കുന്ന, പിന്നെ അതിനെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളുടെ ദിവ്യമായ നില അംഗീകരിക്കാത്ത ഒരു ആദർശമാണ് അല്ലെങ്കിൽ ദർശനമാണ് എന്ത്? നിരീശ്വരവാദം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ധാരാളം നിരീശ്വരവാദ ചിന്താധാരകൾ നിലവിലുണ്ടായിരുന്നു. അവയിൽ പ്രധാനപ്പെട്ടവയാണ് ചാർവാക, ബുദ്ധമതം, ജൈനമതം മുതലായവ. ചാർവാക ചിന്താധാര ലോകായുക്ത എന്ന പേരിലും അറിയപ്പെടുന്നു. ഇന്ത്യൻ തത്വചിന്തയിലെ ഏറ്റവും ഭൗതികപരവും നിരീശ്വരവാദപരവുമായ തത്വചിന്താ പാരമ്പര്യമാണ് ചാർവാക പാരമ്പര്യം. മാത്രം ചോദിക്കട്ടെ, ഈ തത്വചിന്തയുടെ മുഖ്യ സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ചാർവാക തത്വചിന്ത അല്ലെങ്കിൽ ലോകായത, ചാർവാക എന്ന് പറഞ്ഞാലും ഒരു പേരിൽ രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അതിൻ്റെ പ്രധാന സിദ്ധാന്തങ്ങളിൽ ഒന്നാമത്തത് അറിവിൻ്റെ മാർഗങ്ങളാണ്. അതായത് പ്രത്യക്ഷ മാത്ര പ്രമാണം എന്ന് പറയും. യുക്തി, ഉപമാന, ശബ്ദം തുടങ്ങിയവ പൂർണ്ണമായിട്ടും നിഷേധിക്കുന്നു. അതുകൊണ്ട് ദൈവം, ആത്മാവ്, പുനർജന്മം എന്നിവയൊന്നും അവർ സ്വീകരിക്കുകയില്ല. പിന്നെ ദൈവനിരസമാണ്. അതായത് ദൈവം എന്ന ആശയം മനുഷ്യൻ സൃഷ്ടിച്ചതാണ്. ദൈവം ഉണ്ടെങ്കിൽ ദുരിതങ്ങൾ എന്തുകൊണ്ട് എന്നതാണ് അവരുടെ ചോദ്യം. ആ ചോദ്യമാണ് അവരുടെ പ്രസക്തമായിട്ടുള്ള അവരുടെ വാദത്തെ പ്രസക്തമാക്കുന്നത്. ഇനി ആത്മനിരാകരണമാണ്. ആത്മാവ് എന്ന ഒന്ന് ഇല്ല അല്ലേ. ശരീരം, മനസ്സ് ഒന്നിൻ്റെയും സംയോജനമാണ്. ആത്മാവ് ശാശ്വതമല്ല, അത് ശരീരത്തോടൊപ്പം തന്നെ നശിക്കുന്നു എന്നുള്ളൊരു വിശ്വാസം. ഇതാണ് ആത്മനിരാകരണം. പിന്നെ പുനർജന്മ നിരസനം, മരണത്തിന് ശേഷം വീണ്ടും ഒരു ജന്മമില്ല എന്നുള്ള വിശ്വാസം. പിന്നെ ഏതാണ്? ഭാഗവാദം അഥവാ ഭൗതികത്വം. ഭൗതികത്വം എന്ന് പറഞ്ഞാൽ അനുരാഗം, ആസ്വാദന, ആഹാര, ഭോഗം എന്നിവയാണ് ജീവിതത്തിലെ യഥാർത്ഥ ലക്ഷ്യം എന്നാണ് അവർ പറയുന്നത്.
അങ്ങനെ ചാർവാക ചിന്താ നിരീക്ഷണത്തിന് പ്രാധാന്യം നൽകി അനുദിന ജീവിതത്തെ മുഖ്യ പ്രാധാന്യമായിട്ട് അവർ കാണുകയും ചെയ്തു. മതവ്യവസ്ഥകളെ ചോദ്യം ചെയ്യുന്നത് കൊണ്ട് ആധുനിക ചിന്തയുടെ അടിസ്ഥാനം അവർ ചേർത്ത് വെച്ചു. അതായത് ദൈവമില്ല എന്ന് പറയുന്ന ഒരു വാദമാണ് എന്ത് ഈ ചാർവാക അല്ലെങ്കിൽ ലോകായുധ എന്ന 2 പേരുകളിൽ അറിയപ്പെടുന്ന ഈ വാദഗതി കേട്ടോ. ഇത്രയാണ് 4ാമത്തെ ബ്ലോക്കിൽ വരുന്ന 2 യൂണിറ്റുകൾ. കഴിഞ്ഞ ദിവസത്തൊന്നും ഇപ്പോൾ അടുത്ത 1 കേട്ടോ. ഇനി 5ാമത്തെ ബ്ലോക്കിൽ ഒറ്റ യൂണിറ്റേ ഉള്ളൂ. അതായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ്.